പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എബ്രായർ 12-ാം അധ്യായം 12-ാം വാക്യം. എന്നാൽ തളർന്ന കൈകളും ബലഹീനമായ കാൽമുട്ടുകളും നിവർത്തുവിൻ. ഇത് നമ്മുടെ ശരീരത്തിലെ കൈകളെയോ കാലുകളുടെയോ കാര്യമല്ല പറയുന്നത്, നമ്മുടെ മനസ്സിന്റെ കാര്യം തന്നെയാണ്. നമ്മളൊരു തെറ്റ് മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മൾ മനസ്സിലാക്കി അത് അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണം. അല്ലാതെ തെറ്റെന്താണെന്ന് അപ്പോഴും മനസ്സിലാക്കുക, പിന്നെ പിറ്റേ ദിവസം വല്ല സാഹചര്യം ഒരുങ്ങുമ്പോൾ ആ പാപം ചെയ്യുക, അത് തെറ്റാണ്. നമുക്കൊരു തലവേദന വന്നാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് നമുക്കറിയത്തില്ല. അത് ചിലപ്പോൾ എന്തെങ്കിലും സിവിയർ അസുഖമുള്ളതൊക്കെ കൊണ്ടായിരിക്കാം നമുക്ക് ആ തലവേദന ഫീൽ ചെയ്യുന്നത്. നമ്മൾ ആരും അത് ശ്രദ്ധിക്കത്തില്ല. നമ്മളെല്ലാവരും ആ തലവേദനയുടെ മരുന്ന് മാത്രം എടുത്തുകൊണ്ടിരിക്കും. പക്ഷെ ജീവിതത്തിലും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാതെ പോവാറുണ്ട്. തെറ്റുകൾ തന്നെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ തെറ്റ് ചെയ്തിട്ട് മേ ബി കുമ്പസാരിക്കാൻ പറ്റുമായിരിക്കും, കുമ്പസാരിക്കും, അതിനുശേഷം പിന്നെയും വന്ന് ആ തെറ്റുകൾ ചെയ്യും. അതങ്ങനെ ചെയ്യാതെ കർത്താവോട് ചേർന്ന് നിന്ന് ഈ വചനം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വചന സമീക്ഷ നമുക്കിവിടെ ആരംഭിക്കാം. ഒരപ്പനും മകനും. മകൻ വന്നിട്ട് ഭയങ്കര ദേഷ്യമുള്ളൊരു കുട്ടിയാണ്. അവന് പഠിക്കുന്നൊരു പ്രായമാണ്, കുഞ്ഞു പ്രായമാണ്. പക്ഷേ അവൻ്റെ രീതി, അവൻ്റെ പെരുമാറ്റം എന്ന് പറയുമ്പോഴത്തേനും ഒരു വലിയൊരു മനുഷ്യൻ്റെ ആ ഒരു ലെവലുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെയാണ് അവന്. അപ്പോൾ അപ്പൻ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കത്തില്ല, അമ്മ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കത്തില്ല. അപ്പോൾ ഒരു ദിവസം അപ്പനായിട്ട് വലിയൊരു അടി അവൻ ഉണ്ടാക്കിയതിന് ശേഷം അപ്പൻ ഒന്നും മിണ്ടിയില്ല. അവൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ഓർത്ത് അപ്പൻ ഒരു ദിവസം മൊത്തം അവനോട് സംസാരിച്ചില്ല. പിറ്റേ ദിവസം ആയപ്പോഴത്തേനും അവൻ്റെ കയ്യിൽ കുറച്ച് ആണിയും ഒരു ഹാമറും ഒരു ചുറ്റിയാലും കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് നിനക്ക് എപ്പോഴൊക്കെ ദേഷ്യം വരുമോ അപ്പോഴൊക്കെ നീ ചെവരിലെന്നെ അടിച്ചു വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മകൻ ചോദിച്ചു, ഈ അപ്പന് തന്നെ വട്ടായോ, ഇതെന്തിനാ എന്നോട് ഇതൊക്കെ ചെയ്യാൻ പറ്റും? അപ്പോഴും അവന് ഇതൊക്കെ മനസ്സിൽ ഉണ്ടായിട്ട് അവനത് തിരിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പനോട് പറയാം, നിങ്ങൾ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്, അങ്ങനെയൊക്കെ രീതിയിൽ അപ്പനോട് ഭയങ്കരമായിട്ട് ആ കൊച്ചു ദേഷ്യപ്പെടുവാണ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൻ ഇതേപോലുള്ള ദേഷ്യം കൺട്രോൾ ഇല്ലാതെ പോകുന്നുണ്ട്. അപ്പം അവൻ ഓർത്ത്, ഓക്കെ അപ്പൻ എന്താണോ പറഞ്ഞത് അതുപോലെ ഞാനും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ വീട്ടിൻ്റെ പുറകുവശത്ത് ചെവരിൽ അവനിങ്ങനെ ആണി അടിച്ചു തുടങ്ങി. അപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തുണ്ടായെന്നും അവൻ്റെ ജീവിതം എങ്ങനെയൊക്കെ മാറി മറിഞ്ഞു എന്നും ഞാൻ നിങ്ങളോട് പറയാം. അതിനുമുമ്പ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഫസ്റ്റ് കോൾ വരുന്നുണ്ട്. അതിനുശേഷം ബാക്കി കഥ തുടരാം. വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടെ നിന്നാണ്? ചെമ്പനരുവി. ഏത് ജില്ലയാണ്? കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിലാണ്. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഇപ്പൊ ഞാനും 2 മക്കളുണ്ട്. അവര് 2 പേരും ഇവിടെ ഇല്ല. ആണല്ലേ? ഓക്കെ. അപ്പോ നമ്മുടെ വചന സമീക്ഷയില് നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ചോദിക്കേണ്ടായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടക്കാവേ. ഓക്കെ. ഇസ്രായേൽ പർവ്വതങ്ങളിൽ വീഴുന്നവരെ ആർക്കാണ് ഇരയായി കൊടുക്കുന്നത്? പക്ഷികൾക്കും വന്യമൃഗങ്ങൾക്കും അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. അപ്പൊ അമ്മ എന്നും പള്ളിയിലൊക്കെ പോകാൻ പറ്റാറുണ്ടോ? ഇവിടെ കുർബാനയുള്ള ദിവസങ്ങളിലെല്ലാം പോകും. ഞായറാഴ്ച മുടങ്ങത്തില്ല. ഞായറാഴ്ച മുടങ്ങത്തില്ല. അപ്പൊ എന്നും ബൈബിളൊക്കെ വായിക്കാൻ പറ്റാറുണ്ടോ? ബൈബിളൊന്നും വായിക്കും. ബൈബിൾ എഴുതുന്ന സ്വഭാവം ഉണ്ടോ? എഴുതുന്നുണ്ടല്ലേ? അപ്പൊ എത്ര വരെയായി ബൈബിൾ എഴുതി? ബൈബിള് പുതിയ നിയമം, സങ്കീർത്തനം മൊത്തം എഴുതി. പിന്നെ പഴയ നിയമം രാജാക്കന്മാർ വരെയായി. അപ്പൊ തീരാറായി വരുവാണല്ലേ? ഓക്കെ അമ്മ. ഓക്കെ. അപ്പൊ മടുപ്പൊന്നും കൂടാതെ എഴുതി തീർക്കാൻ സാധിക്കട്ടെ കേട്ടോ. ഓക്കെ അമ്മ. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാവേ. മാഗോഗിലും തീരപ്രദേശങ്ങളിലും നിർഭയം വസിക്കുന്നവരുടെ ഇടയിലേക്ക് യഹോവ എന്താണ് അയക്കുന്നത്? അഗ്നി. അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്, തീയാണ്. ഓക്കെ. അപ്പോൾ വചനമൊക്കെ വായിക്കുക എഴുതുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വചനം ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? സഫാനിയ 3-ാം അധ്യായം 17-ാം വാക്യം. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. അതെ, വളരെ ശരിയാണല്ലേ?
കർത്താവിന്റെ കരുതലും കൃപയാണ് നമ്മളെ ഓരോ ദിവസവും നയിച്ചുകൊണ്ട് പോകുന്നത് അല്ലേ? അതെ. അതെ, ശരിയാണ്. ഓക്കെ അമ്മ. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാവേ. എന്ത് അശുദ്ധമാക്കുവാനാണ് യഹോവ ഇസ്രായേലിനെ സമ്മതിക്കാത്തത്? അവിടുത്തെ നാമം. അതെ അതെ, യഹോവയുടെ വിശുദ്ധ നാമം. പാട്ടൊക്കെ പാടുവോ? പാട്ടൊന്നും പാടാനും അറിയത്തില്ല, ഈണമൊന്നുമില്ല. ആണല്ലേ? ഞങ്ങക്ക് വേണ്ടിട്ട് ഒരു 2 വരി വല്ലതും ഒന്ന് മൂളാൻ പറ്റുവോ? പാട്ടെനിക്കറിയില്ല. ആണോ? പോട്ടെ, കുഴപ്പമില്ല. അപ്പം പിന്നെ ഇപ്പൊ ബൈബിളും ഇതൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അടുത്ത് നിൽക്കുമല്ലേ? അപ്പോൾ ജീവിതത്തിൽ ഉണ്ടായ ഒരു സാക്ഷ്യം ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? കേട്ടില്ല. ജീവിതത്തിൽ ഉണ്ടായ ഒരു സാക്ഷ്യം ഞങ്ങളോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? സാക്ഷ്യം ഉണ്ട്. ഒരെണ്ണം ഒന്ന് ചെറുതായിട്ടൊന്ന് ഞങ്ങളോട് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഞങ്ങൾ കുഞ്ഞുങ്ങളില്ലാതിരുന്ന് അങ്ങനെ ഞങ്ങൾ കോട്ടയില് ധ്യാനം കൂടിയൊക്കെയാണ് ഞങ്ങൾക്കൊരു ആദ്യം ഒരു മകൻ ഉണ്ടായത്. 5 വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ അന്ന് മുതലേ ഞങ്ങള് കൂടുതലായിട്ട് ദൈവത്തിലെ ആശ്രയിച്ച് ജീവിക്കുന്നത് അല്ലേ? അതെ. അപ്പോ ആ മകൻ പ്രാർത്ഥനയുടെ ഒരു ഫലം തന്നെയാണല്ലേ? അതെ അതെ. ഓക്കെ അമ്മ, ഓക്കെ, താങ്ക് യു കേട്ടോ. ഞങ്ങൾ അവിടെ പോയി സാക്ഷിയൊക്കെ പറഞ്ഞാണ്. ആണല്ലേ? അപ്പൊ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷി അത് തന്നെയാണല്ലേ? ഓക്കെ അമ്മ, ഓക്കെ. അപ്പൊ നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലൂടെ നമുക്ക് കിടക്കാവേ. ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ 7 വർഷം തീ കത്തിക്കുന്നത് എന്തെല്ലാമാണ്? അവരുടെ ആയുധങ്ങള് പരീക്ഷ, കവചം, മില്ല്, അമ്പ, ഗദ, കുന്തം മുതലായ ആയുധങ്ങള് അവർ 7 വർഷം തീ കത്തിക്കും. അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം പരിചകൾ, ചെറുപരിചകൾ, വില്ലുകൾ, അമ്പുകൾ, കുറുവടികൾ, കുന്തങ്ങൾ മുതലായ ആയുധങ്ങൾ. ഓക്കെ അമ്മ. അപ്പൊ നമ്മുടെ 4 ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പോ വചന സമീക്ഷയിൽ എന്നെയും വിളിക്കണം, പ്രാർത്ഥനയിലൊക്കെ ഞങ്ങൾ ഓർക്കണം കേട്ടോ. പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണം. ഓർക്കാം. താങ്ക് യു കേട്ടോ. ഫിലോമിന അമ്മയായിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആള് നല്ലൊരു വലിയൊരു സാക്ഷ്യം, ജീവിതത്തിലുണ്ടായ വലിയൊരു സാക്ഷ്യം തന്നെ നമ്മളോട് ഷെയർ ചെയ്തു. അപ്പോൾ അമ്മ ഇനിയും ഞങ്ങളെ വിളിക്കണം, പ്രാർത്ഥനകളൊക്കെ ഓർക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കഥയുടെ മറ്റു ഭാഗത്തിലോട്ട് നമുക്ക് തിരിയാം. അപ്പോൾ ഈ പയ്യൻ ഓരോ ദിവസം കഴിയും തോറും ഒരു ദിവസം എത്ര തവണ ദേഷ്യപ്പെട്ട് അവൻ ഓരോ സമയം ചെന്ന് ആ ചെവലിൽ ചെന്ന് അടിച്ചു തുടങ്ങി. അപ്പോൾ 1 മാസം വരെ കഴിഞ്ഞപ്പോൾ ആ ചെവരിൻ്റെ 3/4 ഭാഗത്തോളം അവൻ ഈ ആണി അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇവൻ തന്നെ ആലോചിച്ചു, ഈ അപ്പൻ എന്തെങ്കിലും അസുഖമുണ്ടോ, എന്തിനാണാവോ എന്നെ കൊണ്ട് ഇത് ഇത്രയും ചെയ്ത് കൂട്ടിച്ചെന്ന് അവൻ ആലോചിക്കുന്നുണ്ട്. കുറച്ച് ഡേയ്സ് കഴിഞ്ഞു, കുറച്ച് നാളുകൾ കഴിഞ്ഞു, ഇവൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ദിവസങ്ങൾ കഴിയുന്തോറും ഈ പയ്യൻ ഇങ്ങനെ നോക്കി തുടങ്ങി. ഓക്കെ, 1 മാസത്തിൽ എനിക്ക് ഇത്രയും ദേഷ്യമോ, ഞാനൊരു കുഞ്ഞു ബാലനാണ്, അപ്പോൾ എനിക്ക് ഇത്രയും ദേഷ്യം വരാൻ പാടുണ്ടെന്ന് അവൻ ചിന്തിച്ചു തുടങ്ങി. അതായത് അവൻ്റെ മൈൻഡ് മാറി തുടങ്ങി ഇത് കണ്ടു തുടങ്ങിയത് മുതൽ. കുറച്ച് ദിവസം കഴിയുന്തോറും ഇവൻ എന്ത് ചെയ്തു തുടങ്ങി, ഇവൻ്റെ ദേഷ്യം കുറച്ച് വന്നു തുടങ്ങി. ഒരു ദിവസം ആയപ്പോഴത്തേനും അവൻ ഒരു ദിവസം ഒരു ആണി പോലും അടിക്കേണ്ട ഒരു സംഭവം വന്നില്ല. അപ്പം അവൻ ഓടി ചെന്നവൻ്റെ അപ്പനോട് പറഞ്ഞു, അപ്പ ഞാനിന്ന് ഒരു ആണി പോലും അടിച്ചില്ല, ഞാനിന്ന് ദേഷ്യപ്പെട്ടതേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൻ അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാനത് നിങ്ങളോട് പറയാം. അതിനുമുമ്പേ നമുക്ക് ഒരു കോൾ വരുന്നുണ്ട്. വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എൻ്റെ പേര് അമ്മു എന്നാണ്. അമ്മു, ഓക്കെ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ട്രിവാൻഡ്രത്ത് നിന്നാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മ, അനിയെ മാത്രമേ ഉള്ളൂ. ഓക്കെ. എന്താണ്, വർക്ക് ചെയ്യുവാണോ അതോ? ഞാൻ പഠിക്കുവാണ്. എന്ത് ചെയ്യുവാണ്? ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുവാണ്. ഓക്കെ. ബ്രദറോ? ബ്രദർ ഇപ്പം ദുബായിക്ക് പോയിക്കുവാണ്. ആണല്ലേ? മമ്മി ഹൗസ് വൈഫാണ്. ഓക്കെ. അപ്പോൾ സുഖമായിട്ടിരിക്കുവല്ലേ? അതെ. ഓക്കെ. അപ്പോൾ പഠിത്തത്തിന്റെ കൂടെ ദൈവമായിട്ടുള്ള ഒരു കണക്ഷൻ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പോൾ ബൈബിളൊക്കെ സ്ഥിരം വായിക്കാൻ പറ്റാറുണ്ടോ? വായിക്കാൻ പറ്റാറുണ്ട്. പള്ളിയിൽ പോവാറുണ്ടോ? പള്ളിയിൽ പോകാറുണ്ട്. എന്നും പള്ളിയിൽ പോകാറുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ വചന സമീക്ഷയിൽ നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ചോദിക്കേണ്ടായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാവേ. ആ ഓക്കെ.
യഹോവ ഗോഗിന് ഇസ്രായേൽ കൊടുത്ത ശ്മശാന ഭൂമി ഏതാണ്? കടലിന് കിഴക്ക് വശത്ത് വഴിയാത്രക്കാരുടെ താഴ്വര. അതെ അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം കടലിന് കിഴക്ക് വശത്ത് വഴിയാത്രക്കാരുടെ താഴ്വരയിൽ. ഓക്കെ, ശരിയായിട്ടുള്ള ഉത്തരമാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്നും പള്ളി പോകാൻ പറ്റാറുണ്ട് അല്ലേ? ആ, ഉണ്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ വചനങ്ങളൊക്കെ സ്ഥിരം വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. എന്തെങ്കിലും എപ്പോഴെങ്കിലും ബൈബിൾ വായിച്ച് തീർക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടോ? തീർക്കാൻ അത്രയും പറ്റിയിട്ടില്ല, പക്ഷെ ഡെയിലി വായിക്കാറുണ്ട്. ഡെയിലി വായിക്കാറുണ്ട്. അപ്പോൾ ഏത് പുസ്തകമായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം? സങ്കീർത്തനങ്ങൾ. സംഗീതത്തിൽ എന്തുകൊണ്ടായിരിക്കും? അതിനകത്ത് ഒത്തിരി കാര്യങ്ങളൊക്കെ ഈശോയെ പറ്റി അറിയാനൊക്കെ പറ്റിയിട്ടുണ്ട്. ജീവിതത്തിൽ ഭയങ്കരമായിട്ട് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ? ആ, ഉണ്ട്. ഓക്കെ, അത് ശരിയാണ്. സങ്കീർത്തന പുസ്തകം എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ എപ്പോൾ എടുത്ത് വായിച്ചാലും എപ്പോഴും ജീവിതവും ലൈഫും അല്ലെങ്കിൽ കർത്താവായിട്ടൊക്കെ പെട്ടെന്ന് കണക്ഷൻ കിട്ടാനൊരു സാഹചര്യം, ഒരു സാധ്യതയുള്ള ഒരു പുസ്തകമാണ് സങ്കീർത്തനം അല്ലേ? അതെ അതെ, അതുകൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതെ അതെ അതെ, ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാവേ. ഓക്കെ. ഇസ്രായേൽ ഗോഗിന് ലഭിച്ച ശ്മശാന ഭൂമി മാർഗതടസ്സമായി തീർന്നത് ആർക്കാണ്? എന്തുകൊണ്ടാണ്? ഓക്കെ, എന്തുകൊണ്ടാണ്? അവർ എന്താണ് ചെയ്തത്? വഴിയാത്രക്കാർക്കാണ് അതൊരു മാർഗതടസ്സമായി തീർന്നത്. അവിടെ അവർ ഗോഗിനെയും അവന്റെ സകല ജനസമൂഹത്തെയും അടക്കം ചെയ്തു. അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം വഴിയാത്രക്കാർക്ക് അവിടെ അവർ ഗോഗിനെയും അവന്റെ സകല ജനസമൂഹത്തെയും അടക്കം ചെയ്തു. ഓക്കെ, അപ്പോൾ പാട്ട് വല്ലതൊക്കെ പാടാറുണ്ടോ? അയ്യോ ഇല്ല, ഞാൻ പാട്ട് പാടാറില്ല. ഇല്ല അല്ലേ? നമുക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും വല്ലതും പാടാൻ പറ്റുമോ? അയ്യോ, അപ്പൊ ഒട്ടും പാടാറില്ല. ആണല്ലേ? ഓക്കെ, ശരിയാണ്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാവേ. ഗോഗിന് ലഭിച്ച ശ്മശാന ഭൂമിക്ക് അവർ വിളിച്ച പേരെന്താണ്? ഹാമോൻഗോഗ് താഴ്വര. അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം ഹാമോൻഗോഗ് താഴ്വര. ഓക്കെ, അപ്പോൾ നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട്, ലൈഫിൽ ഇപ്പോൾ കർത്താവായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുവാണ്, എന്നും പള്ളിയിലൊക്കെ പോകാൻ പറ്റുന്നുണ്ട്, എന്നും ബൈബിളൊക്കെ വായിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ലൈഫിലുണ്ടായ ഒരു കുഞ്ഞ് ഇൻസിഡന്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? കുഞ്ഞ് ഇൻസിഡന്റ്, ഒരു സാക്ഷ്യം പോലെ. അങ്ങനെ പറയാനായിട്ട് ഒരുപാടുണ്ട്, പക്ഷെ പെട്ടെന്ന് ചോദിക്കുമ്പോ മനസ്സിലാകാതെ. അപ്പോൾ എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ലാസ്റ്റ് ചോദ്യത്തിന് ശേഷം അതിനുള്ള മറുപടി പറയാം. ഓക്കെ ഓക്കെ, ശരി. ഇസ്രായേൽ ഗൃഹം സകലരെയും അടക്കം ചെയ്തത് ദേശം വെടിപ്പാക്കാൻ എത്ര നാൾ വേണ്ടി വന്നു? 7 മാസം. അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം 7 മാസം. അപ്പോൾ നമ്മുടെ 4 ചോദ്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സാക്ഷ്യം ഇപ്പോഴും പെൻഡിങ് ആണ്. അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞു കാര്യം തന്നെ ഏറ്റവും വലിയൊരു സാക്ഷിയോട് നമ്മുടെ ജീവിതത്തിലൊക്കെ തോന്നും ഇല്ലേ? അതിലേതെങ്കിലും അങ്ങനെ തോന്നുന്ന ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒന്ന് പറയുന്നത്, ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്. എനിക്ക് ഈയിടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ജോലി കിട്ടാൻ ഭയങ്കര തടസ്സമായിരുന്നു. പക്ഷെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഞാൻ എക്സാം കഴിഞ്ഞപ്പോ പേപ്പർ കൊടുത്തതും 7 തവണ കുരിശ് വരച്ചിട്ട് തന്നെ പേപ്പർ കൊടുത്തത്. ദൈവം സഹായിച്ച് അത് ഏകദേശം സെലക്ട് ആയിട്ട് ഇരിപ്പുണ്ട്. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം ദൈവം തന്നത്. ഓക്കെ ഓക്കെ, അതിപ്പം എന്താണ് സെലക്ടഡ് ആയത്? പൂർണ്ണമായിട്ട് ഒരു ജോലി, ഒരു ഓഫർ ലെറ്റർ വരട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ പ്രാർത്ഥനയിലൊക്കെ ഓർക്കുന്നുണ്ട്, ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. അമ്മുവായിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു സാക്ഷ്യം നമ്മളോട് ഷെയർ ചെയ്തു. ഏറ്റവും കൂടുതൽ പള്ളിയായിട്ട് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ പള്ളിയിൽ എന്നും പോവുകയും വചനമൊക്കെ വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ വചന സമീക്ഷയിൽ ഇനിയും വിളിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കഥ ഇപ്പോഴും പെൻഡിങ്ങിൽ നിൽക്കുവാണ്. അപ്പോൾ ഈ കൊച്ചപ്പനോട് പറയുന്നുണ്ട്, അപ്പ ഞാനിന്ന് ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ടിട്ടില്ല, അപ്പോൾ എനിക്കിന്ന് ഒരു ആണി പോലും അടിക്കേണ്ടി വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ മകനെ വിളിച്ചുകൊണ്ട് പുറകിലോട്ട് ചെന്നിട്ട് അവനോട് പറഞ്ഞു, നീ ഇത്ര അടിച്ച ആണികൾ ഓരോന്നായിട്ട് നീ ഒന്ന് ഇളക്കിയെന്ന് പറഞ്ഞു. ആ മകൻ കുഞ്ഞു ബാലൻ അവിടെ ഇരുന്നിട്ട് അവന് കഷ്ടപ്പെട്ട് അടിച്ച ആണികൾ മൊത്തം അവ ഇളക്കുന്നുണ്ട്. അതിനുശേഷം അപ്പം അവനോടൊരു കാര്യം പറയുന്നുണ്ട്, അത് ഞാൻ നിങ്ങളോട് പറയാം. അതിനു മുമ്പേ
നമ്മുടെ അവസാനത്തെ കോള് വരുന്നുണ്ട്. വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആലപ്പുഴയിൽ നിന്ന് സിൻഡറില്ല. സിൻഡല്ല. ഓക്കെ. എന്താണ്, വർക്ക് ചെയ്യുവാണോ അതോ? ഇല്ല. വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ അമ്മ വീട്ടിലാണ്? അതെ, വീട്ടിലാണ്. വീട്ടിലാണ്. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭർത്താവുണ്ട്, 3 മക്കളുണ്ട്, 2 മരുമക്കള്, 2 കൊച്ചുമക്കള്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കള് 3 പേരും ഒരു ജോലി. മൂത്ത മോൻ ഇലക്ട്രീഷ്യൻ, രണ്ടാമത്തെ മോൻ അയാളും പാനൽ ബോർഡിന്റെ വർക്ക് ചെയ്യുന്നു, മൂത്ത ആള് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു, ഇളയാള് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഇപ്പൊ വീട്ടിലാണ് അമ്മ അല്ലേ? അതെ. ഓക്കെ. അപ്പൊ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ അധികം പ്രാർത്ഥനയിലും കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് മോളെ. ഉണ്ട്. എന്നും പള്ളിയിലൊക്കെ പോകാൻ പറ്റാറുണ്ടോ? രേഷ്മയല്ലേ ഇത്? രേഷ്മയല്ലേ? അല്ല, ഇത് ഡോണയാണ്. ഓ, ഡോണ. ഡോണ. ഓ. അപ്പൊ എന്നും പള്ളിയിലൊക്കെ പോകാൻ പറ്റാറുണ്ടോ? മോളെ, എനിക്കിപ്പോ പള്ളിയിലൊന്നും പോകാൻ പറ്റുന്നില്ല. എനിക്ക് മുട്ട് രണ്ടും വേദനയായിട്ടിരിക്കുകയാണ്. ആണല്ലേ? മുട്ടിനെ തേയ്മാനമായിട്ട് ഞാൻ അങ്ങനെ കുർബാനയ്ക്കൊന്നും ഇപ്പൊ എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ കാണിച്ചില്ലായോ? മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ശരിയാവും. കർത്താവിന്റെ മനസ്സിലിരുന്ന് വീട്ടിൽ ഇരുന്ന് മനസ്സോടെ പ്രാർത്ഥിച്ചാൽ മതി. അതെ. നമ്മളിപ്പോ പള്ളിയിൽ തന്നെ ഓടി പോണോന്നും അങ്ങനെയൊന്നും ഇല്ല. സാഹചര്യം ഉണ്ടെങ്കിൽ പള്ളിയിൽ പോണം. ഇപ്പൊ ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോ നമുക്ക് കർത്താവിനെ വീട്ടിൽ ഇരുന്ന് ആരാധിക്കാനും പറ്റുമല്ലോ. ഇപ്പൊ നൊയിമ്പുകാലമായത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, പോകാൻ പറ്റാത്തത് കാരണം. ആണല്ലേ? നോമ്പൊക്കെ എടുക്കുന്നുണ്ടോ? ഉണ്ട്. എടുക്കുന്നുണ്ടോ? ഓക്കെ. ശരി അമ്മ. അപ്പൊ നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ചോദിക്കേണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടക്കാവേ. ഓക്കെ. ദേശമെല്ലാം വെടുപ്പാക്കേണ്ടതിനും അതിൽ അവശേഷിച്ച ശവങ്ങൾ അടക്കം ചെയ്യുവാനും നിയമിച്ചത് ആരെയാണ്? എന്തോ? 14 മുതലല്ലേ? അതെ, 14 മുതൽ. ചോദ്യം ഒന്നുകൂടെ പറയണോ? ദേശമെല്ലാം വെടുപ്പാക്കേണ്ടതിനും അതിൽ അവശേഷിച്ച ശവങ്ങൾ അടക്കം ചെയ്യുവാനും നിയമിച്ചത് ആരെയാണ്? അതെ. ദേശത്തിലൂടെ കടന്നു പോകുന്നതിൽ ആരുടെയെങ്കിലും അസ്ഥി കണ്ടാൽ ഇത് ഹാമോൺ ഗോഗിന്റെ താഴ്വരയിൽ സംസ്കരിക്കുന്നത് വരെ അതിന്റെ സമീപം ഒരടയാളം സ്ഥാപിക്കും. അതല്ല, എഹെസ്കേൽ 39:14 14 സ്റ്റാർട്ടിങ്ങിലുണ്ട്. അവർ ആളുകളെ നിയമിക്കും. ഓക്കെ. ഏതാളുകളെന്ന് വചനം പറയുന്നില്ലേ? ദേശത്തില് ചുറ്റി സഞ്ചരിക്കുന്ന ദേശങ്ങളെല്ലാം നിരന്തരം ചുറ്റി നടന്ന് അവശേഷിക്കുന്നവരെ ശുദ്ധീകരിക്കാനും അങ്ങനെ സ്ഥലമെല്ലാം ശുദ്ധീകരിക്കാനും അവർ ആളുകളെ നിയമിക്കും. ഓക്കെ. അപ്പോ ഉത്തരം ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിരന്തര ജോലിക്കാരെയാണ് കേട്ടോ. അത് നമ്മുടെ ബൈബിളിലില്ല അങ്ങനെ. ഓക്കെ. അത് ബൈബിളിന്റെ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. അപ്പോ എപ്പോഴെങ്കിലും ബൈബിള് വായിച്ചു തീർക്കാൻ പറ്റിയിട്ടുണ്ടോ? വായിച്ചു തീർത്തിട്ടില്ല. ഞങ്ങള് പ്രാർത്ഥന ചൊല്ലുമ്പോഴത്തേക്കും പലരും വായിക്കുമല്ലോ, വീട്ടിലുള്ളവരെല്ലാരും വായിക്കുന്ന കൂട്ടത്തിൽ വായിച്ചു തീർത്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് വായിച്ചു തീർത്തിട്ടില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ സന്ധ്യാപ്രാർത്ഥനയ്ക്കായിരിക്കുമല്ലോ എല്ലാരും കൂടെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കുന്നില്ലേ? അപ്പോ അമ്മക്ക് ഏറ്റവും കൂടുതൽ വായിക്കണം, എല്ലാ സന്ധ്യാപ്രാർത്ഥനയും ഇങ്ങനെ ചൊല്ലണം എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു വചനം ഉണ്ടോ? ഉണ്ട്. അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റോ? ദൈവ പരിപാലനയെ ആശ്രയിക്കുക. ലൂക്കായുടെ സുവിശേഷമാണ് അത്. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെ കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. അതെ, ശരിയാണല്ലേ? അത് വളരെ ശരിയാണ്. നമ്മൾ ഈ ചുമ്മാ ആവശ്യമില്ലാതെ കടന്ന് ഈ വെപ്രാളം കൊള്ളും ജീവിതത്തിൽ. അവിടെ എത്തണം, ഇവിടെ എത്തണം, അത് ചെയ്യണം, പണം ഉണ്ടാക്കണം എന്നൊക്കെ ഒരു രീതിയിൽ. പക്ഷെ ശരിക്കും നമ്മുടെ ചുറ്റുമുള്ള സസ്യങ്ങൾ നമ്മൾ നോക്കിയാലോ, അവരുടെ ലൈഫ് സേഫ്റ്റി ആയിട്ടുള്ള സാധനം കർത്താവ് കൊടുത്തിട്ടുണ്ട്. അവരത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചു പോകുന്നുണ്ടല്ലേ?
അതെ 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 അതെ. അപ്പൊ നമ്മൾ മനുഷ്യന്മാർ മാത്രമാണ് ഇങ്ങനെ ഓടി നടന്ന് പരതി ഇത് വേണം അത് വേണം എന്നൊരു ചിന്തയിൽ ജീവിക്കുന്നത്. ഇപ്പോൾ മത്സ്യങ്ങൾ തന്നെ ആകട്ടെ, അവർക്ക് കർത്താവ് കൊടുത്തേക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ബ്രീത്തിങ് ആവട്ടെ, അല്ലെങ്കിൽ വെള്ളം, അതിൻ്റെ അകത്തുള്ളൊരു ലോകം അവർ ആസ്വദിച്ച് ജീവിച്ചു പോകുന്നു. നമ്മൾ മാത്രം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു അങ്ങനെ ഒരു ചിന്താഗതിയിലാണ് അല്ലേ? അതെ അതെ, അത് നല്ലൊരു വചനമായിരുന്നു കേട്ടോ. നല്ലോണം നമുക്ക് ചിന്തിക്കാൻ ഉള്ള ഒരു വചനമാണത്. അപ്പൊ ആന്റി, നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാവേ. ഓക്കെ. ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്നവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ അവൻ എന്താണ് ചെയ്യുന്നത്? അത് ഹാമോൻ ഗോഗിന്റെ താഴ്വരയിൽ സംസ്കരിക്കുന്നത് വരെ അതിന്റെ സമീപം ഒരു അടയാളം സ്ഥാപിക്കും. അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം അതിനരികെ ഒരു അടയാളം വയ്ക്കും. അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻഗോങ് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കും. ഓക്കെ, ശരിയായിട്ടുള്ള ഉത്തരമാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ആന്റി, ലൈഫിൽ ഇപ്പൊ കർത്താവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ വലുതല്ലേ? അതായത് എന്നും പ്രാർത്ഥിക്കുകയും ബൈബിളൊക്കെ വായിക്കുന്നോണ്ട് തന്നെ ഇല്ലേ? അപ്പൊ ജീവിതത്തിലുണ്ടോ ഒരു സാക്ഷ്യം നമ്മളോടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് മോളെ. അപ്പൊ അതിൽ ഒരെണ്ണം. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മോന് ഒരു 8 വയസ്സുള്ളപ്പോഴത്തേക്ക് അവന് കുഞ്ഞിലേ മുതൽ അസുഖമുണ്ടേ മോന്. കുഞ്ഞിലേ മുതൽ ഭയങ്കര എപ്പോഴും പനിയും അസുഖങ്ങളും അങ്ങനെ ഒരുപാട് വിഷമിച്ച് ഞാൻ ഒരു ദിവസം കുഞ്ഞിന് ബോധമില്ലാതെ പനി വന്ന് ഇങ്ങനെ ആശുപത്രി കിടക്കുന്ന സമയത്ത് എന്റെ ഈശോയെ വിളിച്ച് ശരിക്ക് പ്രാർത്ഥിച്ച്, എന്റെ കർത്താവേ എന്റെ കുഞ്ഞിനെ എടുക്കാതെ കൊണ്ട് നീ എന്നെ എടുത്തോ, എന്റെ കുഞ്ഞിനെ ജീവിക്കാൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആശുപത്രിയിൽ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്റെ മടിയിൽ എന്റെ കുഞ്ഞ് കിടക്കുകയാണ്. അന്നേരം കറണ്ട് പോയി. അപ്പൊ ഞാനിങ്ങനെ ഒരു ബെഞ്ചിൽ ചാരി, അവര് കുഞ്ഞിനെ ട്രിപ്പ് ഇട്ടോണ്ടിരിക്കുകയാണ്. കറണ്ട് പോയത് കൊണ്ട് അവര് പറഞ്ഞു കുറച്ചു നേരം കുഞ്ഞ് മടിയിൽ കിടക്കട്ടെ. അപ്പൊ മോന് 8 വയസ്സുണ്ട്, 3ൽ പഠിക്കണവൻ. അപ്പൊ ഞാനിങ്ങനെ എന്റെ കുഞ്ഞിനെ കണ്ണടച്ചുകൊണ്ട് ഫിറ്റിയിൽ ഇങ്ങനെ ചാരി ഇരുന്നിട്ട്, കുഞ്ഞിന് ബോധമില്ല, കുഞ്ഞിന് ഓർമ്മയില്ലാതെ കിടക്കുക. അപ്പൊ ഞാനിങ്ങനെ ചാരി ഇരുന്നുണ്ട് എന്റെ ഈശോയ്ക്ക് ഇങ്ങനെ പറഞ്ഞു, ഈശോയെ എന്റെ ജീവൻ എടുത്തിട്ട് എന്റെ കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിക്കും ഈശോയെ എന്നും പറഞ്ഞ് ഇങ്ങനെ ശരിക്കും ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്നു. പെട്ടെന്ന് കണ്ണു തുറന്നപ്പം എന്റെ കുഞ്ഞിന്റെ തലേന്ന് ഒരു കൈ ഇങ്ങനെ പോണത് പോലെ എനിക്ക് തോന്നി. അത് നല്ല റോസ് കളറുള്ള നീളമുള്ള വിരലുകൾ. അന്നത്തതുപോലെ തന്നെ ഇന്നും എന്റെ മനസ്സിൽ നിന്ന് അത് മാറുന്നില്ല. അപ്പൊ പെട്ടെന്നേ അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ആരുമില്ല, വല്ല സിസ്റ്റേഴ്സോ വല്ലവരുവാണോ നിൽക്കുന്നെന്ന് അറിയാനായിട്ട്. എന്നിട്ട് ആരുമില്ല. പെട്ടെന്ന് എന്റെ മോൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അമ്മ നമ്മളെന്താണ് ഇവിടെ എന്ന് വെച്ചാൽ. അപ്പൊ ഞങ്ങള് വാർഡിൽ കിടക്കായിരുന്നു. ഇതിപ്പോ പിന്നെ ഈ അത്യാഹിത വാർഡിലാണ് മോനെ കിടത്തിയിരുന്നത്. കിടന്നിടത്തുനിന്ന് മാറ്റി നമ്മുടെ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിലായിരുന്നു. കുഞ്ഞ് ചെട്ടി എന്നിട്ട് എന്താണ് ഞാൻ പറയാം, അയ്യോ മോനൊന്നും ഓർക്കണ്ടേ, എന്റെ മോന് ഛർദിലും തലവേദന, മോൻ തല പൊട്ടിപ്പൊളക്കണമെന്ന് പറഞ്ഞിട്ടാ മോനെ ഇവിടെ കിടത്തിയിരിക്കണത്. അപ്പൊ പിന്നെ കുഞ്ഞിന് അങ്ങനെ ഒരു അസുഖവും ഉണ്ടായിട്ടില്ല, എന്റെ മോന് തലവേദനയും ഉണ്ടായിട്ടില്ല. എന്റെ കുഞ്ഞ് ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ആ മോനാണ് സ്കൂളിൽ വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. എന്റെ 30-28 വർഷമായി. അതെന്റെ അതെ, അത് വലിയ സാക്ഷ്യമാണ്. എന്റെ മോനെ തിരിച്ചു നന്നായിട്ട് തന്നെ എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. അതെ, കർത്താവ് നമ്മളിപ്പോ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഓരോ നടപ്പും നമ്മുടെ ഓരോ വഴികളൊക്കെ കർത്താവ് പരിപാലിക്കും അല്ലേ? ഉണ്ട്. ഒത്തിരി അനുഭവങ്ങൾ ഇപ്പോഴും നമ്പുരാന്റെ കൃപയിലാണ് കഴിയണം. ഒന്നുമില്ലാതിരിക്കുന്ന സമയത്തും എന്റെ ഈശോ ഞാൻ ഒരുപാട് വിഷമിക്കുന്ന സമയത്ത് എന്നെ കരുതുന്നുണ്ട്. ശരിയാണ്. നമ്മളെപ്പോഴും കർത്താവോട് ചേർന്നിരുന്നാൽ മാത്രം മതി. നമ്മുടെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണമെന്നോ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നോ കർത്താവ് തന്നെ നമുക്ക് പഠിപ്പിച്ചു തരും അല്ലേ? അതെ, നമുക്ക് നമ്മളെ പാപികളില് ഈ പൗലോസിന് പറഞ്ഞൊരു അഗ്രഗണ്യാണ് ഞാൻ. എനിക്ക് അതിട്ടും ഞാൻ എന്റെ ഈശോട് ചോദിക്കുമ്പോഴൊക്കെ തമ്പുരാൻ എന്നെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് വലിയൊരു കാര്യവും. നമ്മള് പ്രശ്നങ്ങളും മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ വരുമ്പോൾ കർത്താവിൽ നിന്ന് അകന്നു പോകാതെ അതേ സ്പീഡിൽ കർത്താവോട് ചേർന്ന് നിന്നാല് കർത്താവ് നമ്മളെ പരിപാലിക്കും, അത് ഉറപ്പാണ്. ശരിയാണ്. ശരി, നല്ലൊരു സാക്ഷിയായിരുന്നു കേട്ടോ. താങ്ക് യു. ഓക്കെ അമ്മ. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാവേ. ദേശം വെടിപ്പാക്കി നഗരത്തിന് നൽകുന്ന പേര് എന്തായിരുന്നു? പട്ടണം ഹമോന എന്ന പേരിൽ അറിയപ്പെടും. അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം ഹമോന. അപ്പോ നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലൂടെ കിടക്കുന്നതിന് മുന്നേയായിട്ട് നമുക്കൊരു പാട്ട് പാടിത്തരുമോ? നോക്കാം. ഓക്കെ. ആരാധ്യൻ യേശുപരാ
വണങ്ങുന്നു ഞാൻ പ്രിയനീ തേജസ്സേറും മുഖമിൻ ഹൃദയത്തിലാനന്ദമേ ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനീ തേജസ്സേറും മുഖമിൻ ഹൃദയത്തിലാനന്ദമേ. മതിയല്ലോ? ഓ മതി അമ്മ, മതി മതി, നല്ല പാട്ടായിരുന്നു കേട്ടോ. ഓ ഓക്കെ അമ്മ, അപ്പൊ നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് കിടക്കാമേ. ആ ഓക്കെ. സകലവിധ പക്ഷികളെയും എല്ലാ കാട്ടുമൃഗങ്ങളെയും ഇസ്രായേൽ പർവ്വതങ്ങളിൽ കുടിവരുവാൻ സകലവിധ പക്ഷികളെയും എല്ലാ കാട്ടുമൃഗങ്ങളെയും ഇസ്രായേൽ പർവ്വതങ്ങളിൽ കൂടി വരുവാൻ കൽപ്പിച്ചത് എന്തിനാണ്? ഏറ്റവും വലിയ യാഗവിരുന്നിനെ. അതെ അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം അറുക്കുവാൻ പോകുന്ന യാഗത്തിൽ. ശരിയായിട്ടുള്ള ഉത്തരമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ 4 ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇനിയും വിളിക്കണം, ഞങ്ങളെ വചന സമീക്ഷയിൽ പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ. ഓ ഞങ്ങളെ എന്നെ ഓർക്കണേ മോനെ. ഓ ഓർക്കുന്നുണ്ട് അമ്മ, ഓർക്കുന്നുണ്ട്. ഓക്കെ ശരി അമ്മ, താങ്ക് യു കേട്ടോ. താങ്ക് യു. ശരി ശരി, ഓക്കെ. ഓക്കെ. സിൻഡർല ആൻറ്റി ആയിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല പാട്ടും വലിയൊരു സാക്ഷ്യവും നമ്മളോട് ഷെയർ ചെയ്തു. അപ്പോൾ അമ്മ ഇനിയും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണം, വചന സമീക്ഷയിലോട്ട് വിളിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ കഥയുടെ അവസാന ഭാഗത്തിലോട്ട് നമുക്ക് തിരിയാം. അപ്പോൾ ഈ അപ്പച്ചൻ പറഞ്ഞതുപോലെ തന്നെ മകൻ ആ ചെവലിലുണ്ടായിരുന്ന ആണികൾ മൊത്തം തിരിച്ചു പറിച്ചെടുത്തു. എന്നിട്ട് ആ ആണി എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ആണി അടിച്ചതിൻ്റെ ആ പാട് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ അപ്പൻ മകനോട് പറഞ്ഞു, നിൻ്റെ ദേഷ്യം കാരണം നീ പറയുന്ന ഓരോ വാക്കുകളും നിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സിൽ ഇതുപോലെ കുത്തിക്കയറുന്നുണ്ട്. നീ പിന്നീട് വന്നൊരു സോറിയോ മാപ്പോ പറഞ്ഞാൽ പോലും ആ ഒരു നിമിഷത്തേക്ക് നമുക്കത് മാറുമെങ്കിലും നീ നമുക്കുണ്ടാക്കി തന്ന മുറിവ് അത് പിന്നെ അവിടെ കിടക്കും. നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ നാവ് തന്നെയാണ്. നമ്മുടെ ഈ നാവ് കൊണ്ട് നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റും, നല്ല വാക്കുകൾ പറയാൻ പറ്റും, അവരെ പ്രചോദനം നൽകാൻ പറ്റും, അവരെ ഉന്നതിയിലോട്ട് എത്തിക്കാൻ പറ്റും. അതേ സെയിം സമയത്ത് തന്നെ നമ്മുടെ ഈ നാക്കുകൊണ്ട് ഒരാളെ നമുക്ക് ശപിക്കാൻ പറ്റും, അയാളെ ദ്രോഹിക്കാൻ പറ്റും. ഈ ഉയർച്ചയിൽ നിൽക്കുന്നവനെ ഒരു നിമിഷം കൊണ്ട് നമുക്ക് താഴോട്ട് ഇടാനും പറ്റും. വചനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ നാവ് ഉപയോഗിക്കുന്നത് ഏറ്റവും ആവശ്യമുള്ള സാധനത്തിന് മാത്രമായിരിക്കണം നമ്മൾ നാവ് ഉപയോഗിക്കേണ്ടത്. അതൊരു അസ്ത്രം പോലെ എന്നാണ്. കൊള്ളുന്നവനെ നല്ല രീതിയിലാണ് കൊണ്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ ലൈഫ് നന്നാവും. ഒരുപക്ഷെ അത് നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് കാരണം നമ്മളത് അവനിലോട്ട് തിരിക്കുവാണെങ്കിൽ അതെപ്പോഴും നശിച്ചു പോകും. നമ്മുടെ പ്രഭാഷൻ്റെ പുസ്തകത്തിലൊക്കെ ഫസ്റ്റത്തെ ഒരു കുറേ ഭാഗങ്ങൾ നാവിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുന്നുണ്ട്. നാവ് എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്യുന്നു, അളക്കിത്തൂക്കി മാത്രമേ നമ്മൾ ഒരാളോട് സംസാരിക്കാൻ പാടുകയുള്ളൂ. അയാൾക്ക് വിഷമാവുമെന്നോ അല്ലെങ്കിൽ അയാൾക്കത് ഹേർട്ടാകുമോ എന്നൊക്കെ നമ്മൾ കുറേ തവണ ചിന്തിച്ചിട്ട് മാത്രമേ ദേഷ്യം കാരണം നമ്മൾ പറയുന്ന മറുപടികളൊക്കെ നമ്മൾ ചിന്തിച്ച് പറയാവൂ. ഈ ചിന്തയോടെ ഇന്നത്തെ നമ്മുടെ വചന സമീക്ഷ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇനി ഇതുപോലെ നല്ല നല്ല കോളുകളും നല്ല നല്ല ചോദ്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.